ഈ രാജ്യതലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ അജിത് ഡോവൽ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആ കൂടിക്കാഴ്ചയിൽ അതിൽ എന്തോ ഉണ്ട്. കാരണം തന്ത്രപ്രധാനമായ കൂടിക്കാഴ്ച, അത് അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച അങ്ങനെ തന്നെ കാണണം. ഇന്നും അദ്ദേഹം കണ്ട ഈ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയിട്ടുണ്ടല്ലോ. നിർണായക മണിക്കൂറുകൾ തന്നെയല്ലേ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബിനീഷ്. ശ്രീജ, തീർച്ചയായിട്ടും നമ്മുടെ ഓരോ നീക്കവും വളരെ ആലോചിച്ചുറപ്പിച്ച് കൃത്യമായ പദ്ധതികളോടുകൂടി തന്നെയാണ്, അതിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ ചർച്ചകൾ നീങ്ങുന്നത്. ഓരോ നീക്കവും എങ്ങനെയായിരിക്കണം, പാകിസ്ഥാനിൽ നിന്നും എന്തെല്ലാം നീക്കങ്ങൾ, എന്തെല്ലാം അവരുടെ തന്ത്രങ്ങൾ ഉണ്ടാവാമെന്ന് മുൻകൂട്ടി കാണുന്നു. അതിനെ ഏതെല്ലാം തരത്തിൽ പ്രതിരോധിക്കണം, എങ്ങനെ പാകിസ്ഥാനെ തിരിച്ചടിക്കണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഒരു കൂട്ടായ ശ്രമവും ഒരു കൂട്ടായ ചർച്ചയും ഒക്കെ ഇന്ത്യ നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു പടി പോലും, ഒരു നെല്ലിട പോലും പിഴവ് ഇന്ത്യക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സമഗ്രമായ പദ്ധതിയാണ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനായിരുന്നു ഇന്ത്യ 14 ദിവസം എടുത്തത്. ഈ ആക്രമണവും പ്രത്യാക്രമണവും തുടങ്ങിയ ശേഷവും ഇന്ത്യ ഓരോ നീക്കവും സസൂക്ഷ്മമാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകൾക്കെല്ലാം വലിയ പ്രാധാന്യമുള്ളത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്ത്, സൈന്യവുമായി ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും ആസൂത്രിതമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഇപ്പോഴുള്ള ഇന്ത്യയുടെ ഈ വലിയ വിജയത്തിന് പിന്നിലുള്ളതും. നമുക്കറിയാം, സൈന്യത്തിന് പൂർണ്ണമായ അധികാരം കൊടുത്തുകൊണ്ടാണ് സർക്കാർ നിൽക്കുന്നത്. എന്ത് തീരുമാനമെടുക്കണം, എപ്പോൾ, എവിടെ, എങ്ങനെ പ്രതികരിക്കണം, എവിടെ തിരിച്ചടിക്കണം, എങ്ങനെ പ്രതിരോധിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അന്തിമ അവകാശം സൈന്യത്തിനാണ്, അധികാരം സൈന്യത്തിനാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ആ സൈന്യം നമ്മുടെ സർക്കാരിന് വഴങ്ങിക്കൊണ്ട്, ആ സർക്കാരുമായി ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ വേണം, അതൊരു കൂട്ടായ്മയുടെ തീരുമാനമാവണം, തങ്ങൾക്ക് കരുത്തുണ്ട്, ആ കരുത്ത് തങ്ങൾ കാട്ടും, അത് ഏത് രീതിയിൽ വേണം, അത് രാജ്യം എങ്ങനെ ആഗ്രഹിക്കുന്നു, അതനുസരിച്ചുള്ള നീക്കമാണ് സൈന്യത്തിൻ്റെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളത്. യുദ്ധം തുടങ്ങിയത് മുതൽ, അല്ലെങ്കിൽ ആക്രമണം തുടങ്ങിയത് മുതൽ പാകിസ്ഥാൻ ഓരോ തവണയും ഇന്ത്യയെ പ്രകോപിപ്പിക്കുമ്പോൾ കൃത്യമായ രീതിയിൽ ചർച്ചകൾ നടത്തി. ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും അതുപോലെ അജിത് ഡോവലും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ സൈന്യവുമായി, സൈനിക മേധാവികളുമായൊക്കെ ചർച്ച നടത്തിക്കൊണ്ട് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായും സുരക്ഷിതമാക്കണം. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു മിസൈലോ ഒരു ഷെല്ലോ ഒരു യുദ്ധവിമാനമോ ഇന്ത്യയിലേക്ക് കടക്കരുത്. അവയെ അതിർത്തിയിൽ തന്നെ പ്രതിരോധിക്കണം. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഈ പ്രകോപനങ്ങൾ ഇങ്ങനെ തുടരുമ്പോൾ അവരെ തിരിച്ചടിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയില്ല. പാകിസ്ഥാൻ അത് അർഹിക്കുന്നു. ഇന്ത്യയുടെ പ്രഹരശക്തി മനസ്സിലാക്കുവാൻ പാകിസ്ഥാന് മനസ്സിലാക്കിയേ മതിയാവൂ. അതിനുള്ള ശ്രമം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത്. ഇന്ത്യയുടെ പ്രഹരശേഷി എത്രയാണെന്ന് ഇന്നലെ രാത്രിയാണ് പാകിസ്ഥാൻ അറിഞ്ഞു തുടങ്ങിയത്. അത് ഇനിയും വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാൻ ഇപ്പോൾ ഏതാണ്ട് തകർന്ന അവസ്ഥയിലേക്ക് മാറുന്നു. പാകിസ്ഥാന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഇന്ത്യയുടെ ആക്രമണങ്ങളെ തകർക്കാനോ ചെറുക്കാനോ പോലും പാകിസ്ഥാന് കഴിയുന്നില്ല. തകർന്നിട്ടും പഠിക്കുന്നില്ലല്ലോ ബിനീഷ്. വീണ്ടും വീണ്ടും അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുക തന്നെയല്ലേ? തീർച്ചയായും എത്ര കണ്ടാലും പഠിക്കില്ല. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളിലേറെയായി പല തവണ ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ നടത്തിയപ്പോഴൊക്കെ ഇന്ത്യ ആദ്യമൊക്കെ ക്ഷമിച്ചു. ഇന്ത്യൻ പാർലമെന്റിന് നേരെ, ജനാധിപത്യത്തിന് ശ്രീകോവിലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പോലും ക്ഷമിക്കുന്ന ഇന്ത്യയാണ് ഉണ്ടായിരുന്നത്. മുംബൈ ഭീകരാക്രമണം നടന്നപ്പോഴും ഇന്ത്യ ക്ഷമിച്ചു. പക്ഷേ ഉറിയിലും പുൽവാമയിലുമൊക്കെ ഇന്ത്യ താക്കീത് നൽകി. ചെറിയ തിരിച്ചടികൾ, എവിടെ നിന്നാണോ തീവ്രവാദം, എവിടെ നിന്നാണോ ആക്രമണത്തിന് മുന വന്നത്, അവിടേക്ക് നമ്മൾ തിരിച്ചടിച്ചുകൊണ്ടൊരു താക്കീതും ഒരു മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പുകൾ പോലും പാകിസ്ഥാൻ സ്വീകരിക്കാതെ, അത് മനസ്സിലാക്കാൻ പാകിസ്ഥാന് കഴിയാതെ, അത് വീണ്ടും പാകിസ്ഥാൻ പഹൽഗാമിലേക്ക് വന്നപ്പോഴാണ് ഇന്ത്യ ഒരു താക്കീതിനും മുന്നറിയിപ്പിനും അപ്പുറം ചെറിയ ശിക്ഷയെങ്കിലും തീവ്രവാദികൾക്ക് നൽകണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് 9 തീവ്രവാദ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അതിശക്തമായ ആക്രമണം നടത്തിയത്, തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തത്. അപ്പോഴും ഇന്ത്യക്ക് 21 ലക്ഷ്യങ്ങളായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. പാകിസ്ഥാനിലെ 21 തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ കൃത്യമായി മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ ഈ 9 എണ്ണത്തിന് ശേഷമുള്ളവ ജനവാസ മേഖലയിലായതുകൊണ്ട് മാത്രം അങ്ങോട്ട് ഇന്ത്യ ആക്രമണം നടത്താതെ ഈ 9 ഇടങ്ങളിലേക്ക് ഇന്ത്യ തങ്ങളുടെ ആക്രമണം പരിമിതപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷേ എന്നിട്ടും പാകിസ്ഥാൻ പഠിക്കാതെ തീവ്രവാദികൾക്ക് നൊന്തപ്പോൾ അത് പാകിസ്ഥാന് നൊന്തു, പാകിസ്ഥാന്റെ സൈന്യത്തിന് നൊന്തു. കാരണം തീവ്രവാദികളാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ പിന്തുണ, പാകിസ്ഥാൻ സൈന്യത്തിന് തീവ്രവാദികളാണ് പിന്തുണ. സൈന്യവും സർക്കാരും തീവ്രവാദികളും ചേർന്നുള്ള ഒരു രീതിയാണ്, ഒരു ഭരണമാണ് പാകിസ്ഥാനുള്ളത്. അതുകൊണ്ട് തന്നെ തീവ്രവാദികൾക്ക് നൊന്തപ്പോൾ പാകിസ്ഥാൻ നൊന്തു. അവർ നമ്മെ തിരിച്ചടിക്കാൻ ഒരുങ്ങി. അതായിരുന്നു 2.0 എന്ന് പറഞ്ഞ് അന്ന് രാത്രി തന്നെ ആ സംവിധാനങ്ങളെ, നമ്മളെ
നമ്മുടെ ഇന്ത്യയിലെ 15 ഇടങ്ങളിലേക്ക് ലക്ഷ്യമിട്ട പാകിസ്ഥാൻ സംവിധാനങ്ങളെ നമ്മൾ അതേ സമയം തന്നെ തച്ചുടയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. എന്നിട്ടും പാകിസ്ഥാൻ പഠിക്കാതെ വീണ്ടും പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ F-16 അടക്കം AF-17 അടക്കമുള്ള യുദ്ധവിമാനങ്ങളുമായി മിസൈലുകളുമായി ഇന്ത്യയിലേക്ക് ആക്രമിക്കുവാനായി പാകിസ്ഥാൻ മുന്നോട്ട് വന്നു. അതിനെ നമ്മൾ അതിർത്തിയിൽ തകർത്തു. F-16 വിമാനങ്ങളൊക്കെ നിഷ്പ്രയാസമാണ് ഇന്ത്യ വെടിവെച്ചിട്ടത്. AF-17 2 വിമാനങ്ങളാണ് ഇന്ത്യ തകർത്തത്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന ജെറ്റ് വിമാനവും ഇന്ത്യ തകർത്തു. അങ്ങനെ മിസൈലുകളും ഇന്ത്യക്കെതിരെ വന്ന ഓരോ നീക്കത്തെയും ചെറുക്കുകയും, പക്ഷേ ചെറുത്താൽ മാത്രം പോരാ, തിരിച്ചടിക്കണം. ഇന്ത്യയുടെ പ്രഹരശേഷി എന്താണെന്ന് പാകിസ്ഥാൻ അറിയണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി പാകിസ്ഥാനെ ആക്രമിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുചെന്ന് പാകിസ്ഥാൻ എത്തിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ഇരന്നു വാങ്ങിയതാണ്. അങ്ങനെയാണ് നമ്മുടെ INS വിക്രാന്തിൽ നിന്നടക്കം മിസൈലുകൾ വർഷിച്ച് പാകിസ്ഥാന്റെ കറാച്ചി തുറമുഖമടക്കം നമുക്ക് തകർക്കേണ്ടി വന്നു. അപ്പോഴും നമ്മൾ ചെയ്യുന്നത് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ, പാകിസ്ഥാനിലെ നിർണായകമായ സ്ഥലങ്ങൾ, പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഇന്ത്യ മിസൈലുകൾ, ഡ്രോണുകളൊക്കെ അയച്ച് ആക്രമണം നടത്തുന്നത്. എന്തായാലും ഇപ്പോൾ പോലും ഇന്ത്യ ജനവാസ മേഖലകളിലേക്ക് തങ്ങളുടെ ആയുധങ്ങൾ പതിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ സാധാരണക്കാരനായ പാകിസ്ഥാൻ പൗരന്റെ ജീവൻ ഇന്ത്യ വില നൽകുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു നീക്കമോ ശ്രമമോ ഉണ്ടാകുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ആ ഒരു ന്യായം അല്ലെങ്കിൽ ഒരു നീതിയൊക്കെ നോക്കുന്ന ഒരു രാജ്യം തന്നെയാണ്.